മാസത്തിലധികമായി കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഏറ്റവും വലിയ വിവാദമായിരുന്ന ലൈംഗിക അപവാദ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വീഴ്ചയിലേക്ക് കൂപ്പുകുത്തിയത് എങ്ങനെയെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു ആദ്യത്തെ ആ വീഴ്ചയിൽ നിന്നും രാഹുൽ തിരിച്ചു കയറിയത്. ഏകദേശം 3.5 മാസം മുൻപ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന് പലരും അടിവരയിട്ട് പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായിരുന്നു. വിവാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ വനവാസം സ്വീകരിച്ചും ഉറക്കം പോലും നഷ്ടപ്പെടുത്തിയും ജീവിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പൊടുന്നനെയാണ് സ്വന്തം പ്രയത്നം കൊണ്ട് രാഷ്ട്രീയത്തിൽ തിരിച്ചു കയറുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടും രാഹുൽ പാലക്കാട്ടേക്ക് പോയി. തന്റെ മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചു. അതിന് വിലക്കേർപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാനായത് രാഹുലിനെ സംരക്ഷിക്കാതിരിക്കുക, അണികളെ രാഹുലിനൊപ്പം വിടാതിരിക്കുക, പാർട്ടി പദവിയിൽ നിന്ന് മാറ്റുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ രാഹുൽ ഒറ്റയ്ക്ക് പാലക്കാട് ഇറങ്ങിയപ്പോൾ ഒരു PR വർക്കും ഇല്ലാതെ രാഹുലിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും അണിനിരന്നു. അവരെല്ലാവരും രാഹുലിനെ നെഞ്ചിലേറ്റി. രാഹുലിനെ തടയുമെന്ന് പറഞ്ഞിരുന്ന BJP-കാരും CPM-കാരും പതിയെ പതിയെ പിന്മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. BJP-യും CPM ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പരിപാടികളിൽ സ്ഥലം MLA എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മറ്റേത് നേതാവിനേക്കാളും പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഡിമാൻഡുള്ള നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു, ഇനി രാഹുലിന് തിരിച്ചുവരവില്ല എന്ന സ്വപ്നം കണ്ടവരൊക്കെ നിരാശയിലായി. രാഹുലിന്റെ മുമ്പിൽ ചോദ്യങ്ങളുമായി എത്തിയ ചാനലുകൾ പ്രകോപിപ്പിക്കാനായി പെണ്ണുകേസിനെ കുറിച്ച് മാത്രം ചോദിച്ചിട്ടും വളരെ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഉത്തരം പറഞ്ഞു. ചാനലുകൾക്ക് പോലും രാഹുലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വീണ്ടും വീരപരിവേഷത്തിലേക്ക് കയറിയപ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരു ശബ്ദരേഖയും അതിന് പിന്നാലെ രാഹുലിനെതിരെ കേസും ഉണ്ടാകുന്നത്. രാഹുലിനെ വീഴ്ത്താൻ നിന്ന സകലർക്കും, സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെടെയുള്ളവർക്കും ഇത് വലിയ ആവേശമായി. അവരെല്ലാവരും ആവേശ കമ്മിറ്റിക്കാരായി രംഗത്ത് വന്നു. രാഹുലിനെ തള്ളിപ്പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ പോലും ചെയ്തത്. ആകപ്പാടെ K സുധാകരനും അടൂർ പ്രകാശും മാത്രമാണ് കുറച്ചെങ്കിലും അനുഭവത്തോടെ രാഹുലിനോട് പെരുമാറിയത്. രാഹുലിന്റെ രാഷ്ട്രീയ മുന്നേറ്റം അനിവാര്യമായി വന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടി വരും എന്ന സാഹചര്യത്തിൽ ഈ കേസിന്റെ സമയം വളരെ നിർണായകമായി മാറുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് തന്നെ ഈ വിഷയം വീണ്ടും ചർച്ചാ വിഷയമായതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വളരെ വ്യക്തമാണ്. പരാതിക്കാരിയായ യുവതിയെക്കുറിച്ചും ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യുവതിയുടെ മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വാസ്തവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനോ ഈ വിവരങ്ങൾ പുറത്തുവിടാനോ യുവതിക്ക് താല്പര്യം ഇല്ലായിരുന്നുവെന്നുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലെയും ന്യൂസ് മലയാളത്തിലെയും മാധ്യമ പ്രവർത്തകരായ 2 വനിതകളോട് ഈ വിവരങ്ങൾ അവർ പങ്കുവച്ചെന്നും അവരാണ് യുവതിയുടെ അനുമതിയില്ലാതെ ഇത് പുറത്തുവിട്ടതെന്നും വിവാദത്തിലേക്ക് തള്ളി നീക്കിയതെന്നുമാണ് റിപ്പോർട്ടുകൾ. CPM-ന്റെ രാഷ്ട്രീയ താല്പര്യവും ഈ വിഷയത്തിന് പിന്നിലുണ്ട്. അയ്യപ്പകോപം പോലുള്ള വിഷയങ്ങളാൽ ബുദ്ധിമുട്ടിലായിരുന്ന CPM-ന് പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാഹുലിനെ മാനം കെടുത്താൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന വിഷയം തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത്. ഇത്തരത്തിൽ CPM-ന്റെ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടായി. ഇതിനിടയിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് യുവതിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു കുറിപ്പ് എഴുതിയതും സീമാജി നായർ അടക്കമുള്ളവരുടെ കുറിപ്പുകളും രാഹുലിന്റെ സൃഷ്ടിയാണ് എന്നാണ് യുവതി വിലയിരുത്തിയത്. ഇതെല്ലാം ഉണ്ടാക്കിയ പ്രകോപനത്തിന് ഒടുവിലാണ് യുവതി രാഷ്ട്രീയ സമ്മർദ്ദത്തെ അതിജീവിക്കാനാവാതെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേസ് ഇപ്പോൾ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. എന്തായാലും ഈ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയായിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇതിന്റെ ഫലം എന്താവും? പഴയതുപോലെ CPM-ന്റെ പെണ്ണുകേസുകൾ ഏശുമോ എന്നറിയണമെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വരേണ്ടതുണ്ട്.